ഇന്ന് സുപ്രീം കോടതിയിൽ വളരെ പ്രധാനപ്പെട്ട കേസ് കൂടി എത്തുന്നുണ്ട്. ആ കേസ് എന്ന് പറയുന്നത് ഈ KTU ഒപ്പം തന്നെ ഡിജിറ്റൽ സർവകലാശാലയുമായി ബന്ധപ്പെട്ട കേസാണ്. താൽക്കാലിക VC നിയമനത്തിൽ എല്ലാ കോടതി വിധികളെയും കാറ്റിൽ പറത്തുന്ന ഗവർണർക്കെതിരായ നിലപാടുകൾ കഴിഞ്ഞ ദിവസം കോടതി പറഞ്ഞതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സെർച്ച് കമ്മിറ്റി കോടതി രൂപീകരിക്കാം എന്നൊരു നിർദ്ദേശം കോടതി മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. സംസ്ഥാന സർക്കാർ പേരുകൾ കോടതിക്ക് സമർപ്പിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ചാൻസലർ കൂടിയായ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പേര് കൊടുക്കുമെന്നാണ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്. സിബി തന്നെ പറയും അതിന്റെ വിശദാംശങ്ങൾ. സിബി, ഇപ്പോൾ സംസ്ഥാന സർക്കാർ പേരുകൾ കൊടുത്തിട്ടുണ്ട് സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം. ചാൻസലർ ഇന്ന് കൊടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് തന്നെ VC നിയമനത്തിലുള്ള ഒരു സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാനുള്ള സാധ്യത കാണുന്നുണ്ടോ? മനു, ആ സാധ്യത കാണുന്നുണ്ട്. ഇന്നിപ്പോൾ KTU ഡിജിറ്റൽ സർവകലാശാല താൽക്കാലിക VC നിയമനം റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെ ഗവർണർ ആർലേക്കർ നൽകിയ അപ്പീലാണ് സുപ്രീം കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുക. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ നിന്നും വലിയ തിരിച്ചടിയാണ് ഗവർണർക്ക് ഉണ്ടായിട്ടുള്ളത്. ഇതിൽ സെർച്ച് കമ്മിറ്റി കോടതി തന്നെ തീരുമാനിക്കാമെന്നുള്ളൊരു ഉത്തരവ് ഉണ്ടാവുകയും ഇത് പ്രകാരം സംസ്ഥാന സർക്കാരിനോടും ചാൻസലറായ ഗവർണറോടും ഇരുപക്ഷത്തോടും ഈ സെർച്ച് കമ്മിറ്റിയിലേക്കുള്ള 4 പേരുടെ പേരുകൾ നൽകാൻ ആവശ്യപ്പെടുകയായിരുന്നു. ഇത് പ്രകാരം സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ദിവസം തന്നെ കമ്മിറ്റിയിലേക്കുള്ള 4 പേരുടെ പേരുകൾ നൽകി കഴിഞ്ഞു. നമുക്ക് ലഭിക്കുന്നതനുസരിച്ച് ഇന്നലെ വൈകിട്ടോടെ ഇത്തരത്തിൽ ഗവർണർ ചാൻസലറുടെ ഭാഗത്തും ഗവർണർക്ക് വേണ്ടി അറ്റോർണി ജനറൽ പേരുകൾ സമർപ്പിച്ചിട്ടുണ്ടെന്നതാണ്. ഇനിയിപ്പോൾ UGC നോമിനെ കൂടി ഉൾപ്പെടുത്തി സുപ്രീം കോടതി സെർച്ച് കമ്മിറ്റി രൂപീകരിക്കും. 5 അംഗ സെർച്ച് കമ്മിറ്റിയാണ് ഇതിൽ. UGC നോമിനി ഒരാൾ കൂടി ഉണ്ടാകും. അങ്ങനെ 4+1 എന്ന രീതിയിലാണ് ഈ ഒരു സെർച്ച് കമ്മിറ്റി വരാൻ പോകുന്നത്. സ്വാഭാവികമായിട്ടും ഏറെ നിർണായകമായ ഒരു കമ്മിറ്റി തന്നെയാണ്. ഈ കമ്മിറ്റിയാണ് ഇനിയിപ്പോൾ VC-മാരെ നിയമിക്കുക. ഇന്ന് തന്നെ സെർച്ച് കമ്മിറ്റി സുപ്രീം കോടതി നിയോഗിക്കുമെന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇതിൽ ഗവർണർക്ക് വലിയ തിരിച്ചടിയായിരുന്നു. കാരണം ഏകപക്ഷീയമായ തീരുമാനമായിരുന്നു. ഗവർണർ പലപ്പോഴും ഈ VC താൽക്കാലിക VC നിയമനവുമായി ബന്ധപ്പെട്ടൊക്കെ നടത്തിയതിനെതിരെയാണ് സംസ്ഥാന സർക്കാർ ഹർജി നൽകിയിട്ടുണ്ട്. കൂടാതെയാണ് ഈ ഹൈക്കോടതി നിയമനം റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെ വീണ്ടും ഗവർണറും അപ്പീൽ പോയത്. ഇതിലാണ് പിന്നീട് ഈ ഒരു വിഷയം വിദ്യാർത്ഥികളെ ബാധിക്കുന്ന വിഷയമാണ്. ഇതിൽ സംസ്ഥാനവും ചാൻസലറും തമ്മിൽ ഇത്തരത്തിലൊരു വാക്പോര് ശരിയല്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒരു സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ സുപ്രീം കോടതി തീരുമാനിച്ചത്. എന്തായാലും ഇന്ന് തന്നെ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാനുള്ള സാധ്യതയാണുള്ളത്. ഇന്നിപ്പോൾ രാവിലെ പ്രതിവാര അധ്യക്ഷനായ ബെഞ്ച് ഈ ഒരു ഹർജി പരിഗണിക്കുകയും ചെയ്യും. സിബി വിവരങ്ങൾ നൽകിയത് ഏതായാലും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. ഏതായാലും നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. കോടതിയുടെ ഇടപെടൽ പ്രധാനമാണ്. ഒപ്പം തന്നെ ഗവർണർ അല്ലെങ്കിൽ ഗവർണറായ ചാൻസലർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നിയമവിരുദ്ധമായിട്ടാണ് സുപ്രീം കോടതിയുടെ ഉത്തരവിന് വിരുദ്ധമായിട്ടാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോടതി പല ഘട്ടങ്ങളിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും നമുക്ക് നോക്കാം ഇന്ന് കോടതി എന്ത് സമീപനം സ്വീകരിക്കുമെന്ന്.